ചെയ്ത് ആദ്യം തന്നെ നമ്മുടെ സഞ്ജു സാംസന്റെ വിക്കറ്റ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇഷാൻ കിഷന്റെ വിക്കറ്റ് ആണെങ്കിലും ഈസി ആയിട്ട് ന്യൂസിലാൻഡ് പിക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ആ ഒരു മൊമെന്റം അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സൈഡിൽ നിന്ന് അഭിഷേക് ശർമ്മ അടിച്ച് തകർക്കുകയായിരുന്നു. ഈവൻ ആ മൊമെന്റം കാത്തു സൂക്ഷിക്കാൻ പറ്റാഞ്ഞത് പോലെ ഓരോ ബോൾസിലും, ഈ നോട്ട് ഈവൻ ഓവറിൽ ഓരോ ബോൾസിലും ബൗണ്ടറീസ് ആയിരുന്നു. 6-4 എന്ന രീതിയിൽ ബൗണ്ടറീസ് ആയിരുന്നു അഭിഷേക് ശർമ്മ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് ബൗളേഴ്സിന് അതിൻ്റെതായ ഒരു മൊമെന്റം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ന്യൂസിലാൻഡ് ബൗളേഴ്സ് ഭയപ്പെട്ടു, ആർക്ക് അഭിഷേക് ശർമ്മയ്ക്കെതിരെ ബൗൾ ചെയ്യുന്നതിനായിട്ട് ഭയപ്പെട്ടു. പക്ഷേ അഭിഷേക് ശർമ്മ പുറത്താകുമ്പോഴത്തേക്ക് ഏകദേശം ഇന്ത്യ നല്ലൊരു സ്കോറിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു വെൽ ടോട്ടൽ. പിന്നീട് ഫോളോ അപ്പ് വന്നു കഴിഞ്ഞാൽ റിങ്കു സിംഗ് ആണെങ്കിലും സൂര്യകുമാർ യാദവും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും ഇവർ നാലുപേരും കൂടെ ചേർന്ന് ഇന്ത്യക്ക് നല്ലൊരു ടോട്ടൽ 238 റൺസിന്റെ ഹ്യൂജ് ടോട്ടൽ കൊടുക്കാൻ പറ്റി. ഈ ഹ്യൂജ് ടോട്ടൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പോണന്റിന് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും. ഇത് കൂടാതെ രണ്ടാമത് ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം.